2030 കോമൺവെൽത്ത് ഗെയിംസിന്റെ വേദിയായി അഹമ്മദാബാദിനെ പ്രഖ്യാപിച്ചു. ഗ്ലാസ്ഗോയിൽ ചേർന്ന കോമൺവെൽത്ത് സ്പോർട്സ് ജനറൽ അസംബ്ലിയാണ് അംഗീകാരം നൽകിയത്. കോമൺവെൽത്ത് ഗെയിംസിന്റെ 100ാം വാർഷികത്തിലാണ് ഇന്ത്യ ആതിഥേയരാകുന്നത്. ആഷിഖ് റഹ്മാനാണ് കൂടുതൽ വിവരങ്ങളുമായി ചേരുന്നത്. ആഷിഖ്, 2036 ഒളിമ്പിക്സിന് ശ്രമിക്കുന്ന ഇന്ത്യക്ക് വലിയ മുതൽക്കൂട്ടാകുമല്ലോ ഇപ്പോൾ എന്തായാലും കോമൺവെൽത്ത് ഗെയിംസ്. വിവരങ്ങൾ. സ്വാതി, തീർച്ചയായും ഇന്ത്യ 2036 ഒളിമ്പിക്സിന് വലിയ ശ്രമമാണ് നടത്തുന്നത്. അത് ഇന്ത്യക്ക് തന്നെ ലഭിക്കുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. അപ്പോഴാണ് ഇന്ത്യ വീണ്ടും ഒരു കോമൺവെൽത്ത് ഒളിമ്പിക്സിന് വേദിയാകുന്നത്. 2010 ഡൽഹി കോമൺവെൽത്ത് ഒളിമ്പിക്സ് ഇതിനു മുമ്പ് ഇന്ത്യയിൽ നടന്നിരുന്നു. അത് വലിയ വിജയമായിരുന്നു. അതിന് പിന്നാലെയാണ് ഇന്ത്യ വീണ്ടും ഒരു കോമൺവെൽത്ത് ഗെയിംസിന് കൂടി വേദിയാകുന്നത്. അത് അഹമ്മദാബാദ് കേന്ദ്രീകരിച്ചാണ് ഇന്ത്യ ഈ കോമൺവെൽത്ത് ഗെയിംസിന് ശ്രമിച്ചിട്ടുള്ളത്. അതിന് നിലവിൽ ഇന്നത്തെ യോഗം അംഗീകാരം നൽകിയിരിക്കുന്നു. തുടർന്ന് എന്തായാലും 2030 ഇന്ത്യയിൽ നടക്കുമെന്ന് ഉറപ്പായിരിക്കുന്നു. നൈജീരിയയിലെ അബൂജ നഗരം ഇതുപോലെ തന്നെ ഇന്ത്യക്കുമായി വലിയ മത്സരം നടത്തിയിരുന്നു. പക്ഷേ ഇന്ത്യക്കാണ് കുറച്ചുകൂടി പ്രാധാന്യം ലഭിച്ചത്. അബൂജയെ 2034 പരിഗണിക്കുമെന്നാണ് നമുക്ക് ലഭിക്കുന്ന വിവരം. എന്തായാലും PT ഉഷ അടക്കമുള്ള പ്രധാനപ്പെട്ട നേതാക്കൾ, കേന്ദ്ര കായിക മന്ത്രാലയത്തിൻ്റെ പ്രതിനിധികളടക്കം പങ്കെടുത്തിരുന്നു. കേന്ദ്ര കായിക മന്ത്രി അടക്കം ഈ ഒരു ചടങ്ങിൽ പങ്കെടുത്തിരുന്നു. ആ ചടങ്ങിൽ വെച്ചുകൊണ്ടാണ് 2030 കോമൺവെൽത്ത് ഗെയിംസിന് ഇന്ത്യക്ക് അംഗീകാരം നൽകിക്കൊണ്ടുള്ള സ്പോർട്സ് ജനറൽ അസംബ്ലിയിൽ അതിൻ്റെ പ്രഖ്യാപനം നടന്നിട്ടുള്ളത്. 74ഓളം രാജ്യങ്ങൾ ഉൾപ്പെടുന്നതാണ് ഈ ജനറൽ അസംബ്ലി. ആ അസംബ്ലി ഇന്ന് യോഗം ചേർന്നുകൊണ്ട് പ്രഖ്യാപിച്ചിരിക്കുന്നു. എന്തായാലും ഇനി ഇന്ത്യക്ക് ഇതിൻ്റെ മുന്നൊരുക്കങ്ങൾ നടത്തണം. അഹമ്മദാബാദ് നേരത്തെ തന്നെ ഈ കോമൺവെൽത്ത് ഒളിമ്പിക്സിനായി തയ്യാറായി കഴിഞ്ഞിരുന്നു. അതിന് പിന്നാലെ 2036 നടത്തുന്ന ഒളിമ്പിക്സാണ് ഇന്ത്യയുടെ യഥാർത്ഥ ലക്ഷ്യം. അതിനു മുമ്പ് കോമൺവെൽത്ത് ഗെയിംസ് സംഘടിപ്പിച്ചുകൊണ്ട് ഇന്ത്യ ഒളിമ്പിക്സിനായി സജ്ജമാണെന്ന് ലോകത്തിന് മുന്നിൽ തെളിയിക്കുക ഇന്ത്യക്ക് ലക്ഷ്യമാണ്. എന്തായാലും 2030 ഇന്ത്യയിലേക്ക് വീണ്ടും ഒളിമ്പിക്സ് എത്തുന്നു. 2010 ശേഷം വീണ്ടും ആദ്യമായിട്ടാണ് വീണ്ടും ഇന്ത്യയിലേക്ക് ഒളിമ്പിക്സ് എത്തുന്ന പ്രത്യേകത കൂടിയുണ്ട്. സ്വാതി. ശരി ആഷിഖ്.